മുണ്ടത്തിക്കോട് വൻ വെടിക്കെട്ട് അപകടം. തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ടുപുരയിലാണ് ഉഗ്രസ്ഫോടനമുണ്ടായത്. 12 പേർ മരിച്ചു. നിരവധി തൊഴിലാളികൾക്ക് പരിക്കേറ്റു. പലരുടെയും ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി. 7 പേരുടെ മൃതദേഹങ്ങൾ പൂർണ്ണമായും 5 പേരുടെ ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്തിയത്. 3 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ്. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30യോടെയാണ് സ്ഫോടനമുണ്ടായത്. 40ഓളം തൊഴിലാളികൾ ഉണ്ടായിരുന്നുവെന്നാണ് കരുതുന്നത്. ഗുരുതര സാഹചര്യമായിരുന്നു അപകട സ്ഥലത്തുണ്ടായിരുന്നത്. അപകട വിവരം അറിഞ്ഞയുടൻ രക്ഷാപ്രവർത്തനത്തിനായി ഫയർഫോഴ്സ്, ആംബുലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരും എല്ലാം സ്ഥലത്തെത്തിയെങ്കിലും ഏകദേശം ഒരു 2.5 മണിക്കൂറോളം ഒന്നും ചെയ്യാനാകാതെ കണ്ടു നിൽക്കേണ്ട അവസ്ഥയായിരുന്നു. തുടർ സ്ഫോടനങ്ങളാണ് രക്ഷാപ്രവർത്തനത്തിന് വിലങ്ങുതടിയായത്. അതിനിടെ ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങൾ പാടത്തിന്റെ പല ഭാഗത്തു നിന്നും കണ്ടെടുത്തു. ആശുപത്രി സംവിധാനവും ആംബുലൻസും എല്ലാം സജ്ജരായിരുന്നു. എത്രയും വേഗം മനുഷ്യജീവനുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലായിരുന്നു അവിടെ കൂടിയിരുന്ന ഓരോ മനുഷ്യരും. എത്ര പേർ മരിച്ചുവെന്നോ അപകടം സംഭവിച്ചുവെന്നോ അറിയാനാകാത്ത ആശങ്ക ഒഴിയാനാകാത്ത മണിക്കൂറുകളാണ് കടന്നുപോയത്. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ജില്ലാ കളക്ടർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ അപകട സ്ഥലത്ത് എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. മന്ത്രിമാരും സ്ഥലത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം സ്ഫോടനത്തിന്റെ പ്രകമ്പനം കിലോമീറ്ററുകൾ അകലെ വരെ അനുഭവപ്പെട്ടു. വേലൂർ, പുന്നേർകുളം, ചെറായി, വടക്കാഞ്ചേരി തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ ഭൂമികുലുക്കത്തിന് സമാനമായ ശബ്ദം കേട്ടതായി നിരവധി ആളുകൾ പറഞ്ഞു. ഫയർഫോഴ്സ് എത്തിയിട്ടില്ലേ? വെടിക്കെട്ട് അപകടത്തിൽ നടുങ്ങിയിരിക്കുകയാണ് പ്രദേശവാസികൾ. ഉഗ്രമായ ശബ്ദവും പ്രകമ്പനവും കേട്ട് പലരും വീടിന് പുറത്തേക്ക് ഓടി. അപ്പോഴും എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല. പിന്നീടാണ് വലിയ ദുരന്തത്തിന്റെ നടുക്കുന്ന വാർത്തയറിയുന്നത്. പലരുടെയും വീടിന്റെ മേൽക്കൂരയും ജനൽ ചില്ലുകളുമെല്ലാം വെടിക്കെട്ട് അപകടത്തിൽ തകർന്നിട്ടുണ്ട്. എന്തുണ്ടായെന്ന് അറിയില്ല. ശരിക്ക് ഞങ്ങൾ വീട്ടിലിരിക്കുകയായിരുന്നു. ഞാൻ വീട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്നൊരു സൗണ്ടും ഒരു പ്രഷറും വന്നു. അപ്പോഴേക്കും റൂമിലെ ഫുള്ള് ഗ്ലാസ് പൊട്ടി ഉള്ളിൽ തെറിച്ചു. പിന്നെ വേഗം പുറത്തിറങ്ങി ഓടുണ്ടായത്. ഇല്ല എന്താന്ന് മനസ്സിലായിട്ടില്ല. ഭൂമിയിൽ കാണുന്ന ആദ്യം വിചാരിച്ചത്. പക്ഷെ അതിന് മുകളിലേക്കുള്ളൊരു പ്രഷർ വന്നത്. അത് നമ്മുടെ ദേഹത്തേക്ക് ഒരു അടിക്കുന്ന രീതിയിലൊരു പ്രഷർ വന്നു. അപ്പോഴേക്ക് ഇറങ്ങി ഓടി വീട്ടിൽ നിന്ന്. അതെ. പിന്നെ അവിടെ പോയപ്പോഴും പിന്നെയും പൊട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തുണ്ടാവണമെന്ന് അറിയില്ല. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലേക്ക് ഓടി. പിന്നെ അനിയനെ ഇവിടെ കളിക്കാൻ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അവനെയും നോക്കേണ്ട ഒരു ഇതിൽ ഞാൻ ഓടി അങ്ങോട്ട് അവനെ തരാൻ വേണ്ടിയിട്ട്. അടുത്തുള്ള ആരെങ്കിലും വർക്ക് ചെയ്യണ്ട അറിയോ? അറിയില്ല. അതൊന്നും അറിയില്ല എനിക്ക്. എന്നിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പോൾ എനിക്കും പിന്നെ മൊത്തം പുക തന്നെയായിരുന്നു. എന്താന്ന് ശരിക്കും എല്ലാവരും ഓടിയിടുന്നുണ്ട്. ആ ഒരു തന്നെയായിരുന്നു. പിന്നെ മൊത്തം മൈൻഡും കട്ടായി. പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് എല്ലാരും പറഞ്ഞത് പഴക്കപ്പരിക്ക് തീ പിടിച്ചതാണ് പറഞ്ഞു. അപ്പൊ എങ്ങടാ ആരെ വിളിക്കുക, എന്ത് ചെയ്യണ്ടെന്ന് എത്തും പിടിയാത്ത അവസ്ഥയിലായിരുന്നു. ഒരു 3:30 ആയിണ്ടാവും. 3:30 ആയിണ്ടാവും. ആദ്യം വിചാരിച്ചു ഭൂമി കുലുക്കാന്ന് വിചാരിച്ചത്. പിന്നെ എണീറ്റിട്ട് ഞാൻ നിലത്താ കിടന്നു. അപ്പൊ വീടൊക്കെ തറയൊക്കെ കുലുങ്ങി. അപ്പൊ ഞാന് എന്താന്ന് അറിയണില്ലല്ലോ. പേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ജനാലകളൊക്കെ ഇറങ്ങി. എന്താ അപ്പൊ ഇവർക്കാണെങ്കിൽ നടക്കാനും വയ്യ. അപ്പൊ ഇവരെ വിളിക്കാനായിട്ട് ചെന്നപ്പോ ഇവരെ എണീച്ച് വരണല്ലോ. അപ്പൊ അകത്തേക്ക് ഓടാൻ നോക്കിയപ്പോ അകത്തൊക്കെ ചില്ലുകളാ. അപ്പൊ ഞാൻ അകത്തേക്ക് ഇറങ്ങി ഓടി. എന്താന്ന് മനസ്സിലാവണില്ല. പിന്നെ നോക്കിയപ്പോ ഇവിടുന്ന് ഞങ്ങക്ക് നോക്കിയാൽ ശരിക്കും കാണാം വലിയ തീ ഗോളം. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് പടക്കപ്പരിക്ക് തീ പിടിച്ചതാണോ. പിന്നെ അപ്പോഴേക്കും എല്ലാവരും ഓടലായി, ബഹളായി. ഒന്നും പറയണ്ട. വീടിന്റെ ജനാലകൾ ഫുള്ള് തറബി ചില്ലൊക്കെ പൊട്ടിപ്പോയി. പിന്നെ സീലിംഗ് അടിച്ചിട്ടുണ്ടായിരുന്നൊക്കെ അവിടെ പൊട്ടിച്ചതറി കിടക്കുന്നുണ്ട്. ഇനി ടെറസ് വീണ്ടുണ്ടോന്ന് വീഴാണ്ടിരിക്കില്ല. അത്രയും സൗണ്ടായിരുന്നു. വീടൊക്കെ അങ്ങനെ കരടൊക്കെയാണ് പുറത്ത് അകത്തുനിന്ന് വന്നിരുന്നത്. അത്രയും ഇതായിട്ട് എല്ലാ റൂമുകളിലെയും ജനാലകൾ
പൊട്ടി തവിട് പൊടിയുണ്ട്. വലിയ ശബ്ദമായിരുന്നു. ഇങ്ങനെ ഒരു ശബ്ദം ഈ ജീവിതത്തിൽ ഇത്രയും വർഷത്തിന്റെ ഇടയിൽ കേട്ടിട്ടില്ല. അത്രയും വലിയ ശബ്ദം. പേടിച്ചു പോയി സത്യം. ഇവിടെ അതെ അതെ അതെ. ഇവിടുന്ന് എനിക്കൊരു 30 വർഷത്തെ എക്സ്പീരിയൻസ്. ഞാൻ വന്നിട്ട് ഇവിടെ ഒരു 30 വർഷമായി. അപ്പോഴും ഉണ്ട് ഈ പടക്കപ്പേര അവിടെ. ഇതുവരെ അവിടെ അങ്ങനെ ഒരു അപകടം ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോ ആദ്യത്തെയാണ് ഇങ്ങനെ ഉണ്ടായിരിക്കണത്. ഒരിക്കൽ കുറച്ച് കത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പടക്കം പണി അതൊക്കെ നിരോധിച്ചതായിരുന്നല്ലോ. അപ്പൊ പിന്നെ കുറെ നാൾ അവിടെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ വീണ്ടും പടക്കം ഇതൊക്കെ സജീവമാണല്ലോ. ഇപ്പൊ വീണ്ടും അവിടെ പണി തുടങ്ങി. 40 പണിക്കാരുണ്ടായിരുന്നു പറഞ്ഞത്. ഞാൻ കിടച്ചപ്പോ നടക്കാൻ പറ്റില്ല. നടക്കാൻ പറ്റില്ല. ഇതുകൊണ്ട് മാത്രമൊന്നും എനിക്ക് നിൽക്കാൻ പറ്റുമോ. പുറത്തേക്ക് ഇത് വെച്ചിട്ട് ഇങ്ങോട്ട് പിടിച്ചിട്ട് പോണു. ഞാൻ പേടിച്ചു. ഇതെന്താണാവോന്ന് വിചാരിച്ചു. കട്ടിലൊക്കെ കിടക്കണ കട്ടിലൊക്കെ മറിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ചോദിക്കണ്ടേ എന്താണ് ശബ്ദം കേൾക്കണ് എന്ന് ചോദിക്കണ്ടേ. അപ്പൊ ഇവിടെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഞാനൊക്കെ ബാത്റൂമിന്റെ കുളിമുറി വാതിലൊക്കെ തെറിച്ചു പോയിട്ടുണ്ട്. വാതിലുണ്ട് കുറ്റി